ഹായ് ഹലോ ഗായ്സ്, കാണാനും പിടിച്ചടക്കാൻ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈവിൾ നൺ ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈഗിൾ ജൂനിയർ സ്കൂളത്തെ പിള്ളേരെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ ഡെഫിനിഷനിലാണ് നമ്മളിന്ന് ഗെയിം പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ എത്ര പെട്ടെന്ന് തന്നെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളെ കന്യാസ്ത്രീ കൊണ്ടുപോയിട്ടുണ്ട്, കന്യാസ്ത്രീ വണ്ടി പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥ നിങ്ങൾക്ക് ശരിക്കുള്ള കഥ നിങ്ങൾക്ക് അറിയാലോ. ഈ കന്യാസ്ത്രീ ഓരോ ആരില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോയിട്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടുവരും. അവിടെ കന്യാസ്ത്രീ മഠത്തിൽ ആൾക്കാരൊക്കെ പണിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ക്രൂരത ചെയ്യണതാണ് ഈ കന്യാസ്ത്രീയുടെ സ്ഥിരം പരിപാടി. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം പെർഫോമൻസ് ആയിട്ടാണ് നമ്മളെ ഗെയിമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം പ്ലേ ചെയ്യണത്. ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. ഐ ആം മരീന മുഹ്നോസ്, ഐ ആം ഗോയിങ് ബി ഗുഡ്, അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ മൊബൈലിലാണ് ഞാൻ കളിക്കണത്. ചിലവരൊക്കെ PC-യിലാണ് കളിക്കണത്, ചിലർ ലാപ്ടോപ്പിലും കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊബൈലിലാണ് കളിക്കണത്. നമുക്ക് വലിയ വീരവാദമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഗെയിമിലോട്ട്. അപ്പോൾ ഗെയിം ഇത് കുറേ നേരം നമ്മുടെ റൂം കണ്ടില്ല, നല്ല വഞ്ഞിങ്ങനെ. പക്ഷേ ആ കന്യാസ്ത്രീ കഴിഞ്ഞ് തല്ലുമ്പോഴാണ് തള്ളയുടെ കന്യാസ്ത്രീയുടെ ശരിക്കുള്ള സ്വഭാവം കാണാൻ പോകുന്നത്. കന്യാസ്ത്രീ നമ്മളിന്ന് വട്ടം ചുറ്റിക്കും കൈസ്. വട്ടം ചുറ്റിച്ച് കന്യാസ്ത്രീയുടെ തല തന്നെ കറങ്ങി കന്യാസ്ത്രീ ഇങ്ങനെ കിടന്നിങ്ങനെ ഇളകും. എന്നിട്ട് അവസാനം ഒരു ഒറ്റ വീഴ്ച കന്യാസ്ത്രീ. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് കാശ് കളക്ട് ചെയ്യാം. അപ്പോൾ എത്ര ഉണ്ട് നമുക്കറിയില്ല. 60 രൂപ, 10 രൂപയാണ്, $10 നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഈ വഴി കൂടെ പോകാം. ചെറിയ ഇടവഴി, AC വിൻഡോൻ്റെ ഇത് വെക്കണതിൻ്റെ ആ സാധനമാണത്. അപ്പോൾ ആ കന്യാസ്ത്രീ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റുക. കന്യാസ്ത്രീ ഈ വഴിക്കൂടെയൊക്കെ വരുന്നുണ്ട്. അത് എന്തിട്ടിപ്പോൾ അത് കന്യാസ്ത്രീ ജാതി ബുദ്ധിയാണല്ലോ വൈസ്. അത് നമുക്ക് നേരെ പോകാം, നേരെ നമുക്ക് ഓടി പോകാം. അപ്പോൾ നമ്മളിന്ന് എസ്കേപ്പ് ആവും കേട്ടോ, അത് വേറെ കാര്യം. അത് നമ്മളിന്ന് ഡോറ് തുറന്ന് നമുക്ക് ഇത് വഴിക്കൂടെ നടക്കാം. നമുക്ക് നടന്നു പോകാം. നമുക്ക് ഈ വഴിക്കൂടി പോകാം. എന്തിട്ടിപ്പോൾ ഇവിടെ കുറവ് ആശയൊക്കെ വെച്ചിട്ടില്ല. ഇതെന്തിട്ട് ഇവിടെ എല്ലായിടത്തും ചോരക്കളിയാ. കന്യാസ്ത്രീ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാവപ്പെട്ട വീട്ടിൽ പോയിട്ട് ആൾക്കാരെ ഈ കന്യാസ്ത്രീ മഠത്തിൽ എന്താണ് കന്യാസ്ത്രീ മഠത്തിൽ ജോലിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുക. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് കിട്ടത്തില്ല, അതാണ് വേറെ കാര്യം. പിന്നെ കുറച്ച് കുട്ടികളെ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും, പിന്നെ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ കന്യാസ്ത്രീ ഈവിൾ നണ്ണാണെന്ന് കാര്യം അവർക്ക് മനസ്സിലായി തന്നെ. അപ്പോൾ ആ കന്യാസ്ത്രീ ആ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം. ആ കന്യാസ്ത്രീ പിടിക്ക് പോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ കറണ്ട് അത് നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ആ സാധനം. അപ്പോൾ നമുക്ക് ഈ സാധനം എടുത്തിട്ട് തള്ളയുടെ വരുന്നുണ്ടോ നോക്കാം. തള്ള ഈ വഴിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. തള്ളേ കയറി വാ തള്ളേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇങ്ങോട്ട് വരൂ കാണാനില്ല ടൈസ്. ഇപ്പം എന്തായാലും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ആ പ്രസ് ചെയ്യുമ്പോൾ വന്നൂടെ. ആ തള്ളയ്ക്ക് ചെവിയേക്കില്ലാന്നുണ്ട് കന്യാസ്ത്രീക്ക്. എൻ്റെ സിസ്റ്ററെ മര്യാദയ്ക്ക് വന്നൂടെ. അത് കൊന്നിട്ട് വേണം എനിക്ക് പോകാൻ, എനിക്ക് വേറെ പണിയുണ്ട് വെറുതെ. അപ്പോൾ നമ്മൾ ഗ്രാനി 1 പറ്റുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഇടാൻ നോക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പുറത്തേക്ക് ചാടിയിട്ടൊന്നുമില്ല, നമ്മൾ ബ്രൂം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, ബ്രൂം എടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ ഒന്ന് ചാടാം. ഈ ചാടിയിട്ട് ഏത് പെണ്ണിൻ്റെ ഫോട്ടോ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുത്തുകയാണ്. നമ്മൾ ആ കുത്തിയിട്ട് എന്തോ സാധനം കിട്ടും. കുക്കീസ് ബോക്സ് കിട്ടിയിട്ട് നമ്മളിവിടെ ഒളിച്ചിരിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ കന്യാസ്ത്രീ വഴിക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം ചെറുതായിട്ട്. അത് ഞാൻ കന്യാസ്ത്രീ നമ്മളെ പിടിച്ച് കിട്ടി ഇവിടെ നമ്മളെ കൊന്നു കളയും ഗൈസ്. നമുക്ക് നേരെ ഇവിടെ അടങ്ങിയിരിക്കുക. അതാണ് ഏറ്റവും നല്ല ഉചിതമായ കാര്യം എന്ന് പറയാനായിട്ട്. കന്യാസ്ത്രീ പിന്നെ കാണാൻ പറ്റിയല്ലോ. കന്യാസ്ത്രീ എന്തായാലും വരാണ്ടിരിക്കുക. അതേ വന്നു ഗൈസ്, വന്നു. അപ്പോൾ ഈ ഗെയിമൊക്കെ നൈറ്റ് കളിക്കുമ്പോഴാണ് ശരിക്കും പേടി വരുന്നത്. അപ്പോൾ നമ്മളിന്ന് നൈറ്റൊന്നല്ല, രാവിലെയാണ് കളിക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ നേരെ കുക്കീസ് ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് കന്യാസ്ത്രീ പോയിട്ട് വേണം നമുക്ക് ഈ വാതിൽ തുറന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ പോവുകയാണ്. പോകണില്ല, നമ്മളിവിടെ ഇരിക്കുകയാണ്. കന്യാസ്ത്രീ പോയി നോക്കട്ടെ.
ഇവിടെ കന്യാസ് പോയോ കാണാനില്ല കന്യാസ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം, നമുക്ക് ഈ വഴി കൊണ്ട് തന്നെ ചാടാം. നമുക്ക് ചാടാം ചാടി. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്, നമ്മൾ നേരെ പോകുന്നു, എസ്കേപ്പ് ആകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റാണ് എങ്ങനെ എസ്കേപ്പ് ആവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നടക്കാൻ പോവുകയാണ്. നമ്മൾ ഈ വഴിക്കൂടെ വീണ്ടും നടക്കും. കന്യാസ്ത്രീ വരും നോക്കാം. നമ്മൾ ഈ സാധനം എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ നേരെ നടന്ന് അതേ പോകുന്നു. അപ്പോൾ നേരെ വീണ്ടും പോകുന്നു. നമ്മൾ നേരെ വീണ്ടും വന്ന വഴിക്കൂടെ തന്നെ വീണ്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നടക്കുന്നു. വീണ്ടും നമ്മൾ ആ വഴിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നടക്കാൻ പോകുന്നു. എന്താണ് നടപ്പ്. അപ്പോൾ കന്യാസ്ത്രീനെ കാണാനില്ല. കന്യാസ്ത്രീ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കന്യാസ്ത്രീ വരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. കന്യാസ്ത്രീ ചത്തുന്നുണ്ട് കേസ്. ഞാനൊന്നും ചെയ്തിട്ടും ഇല്ല. പക്ഷേ എങ്ങനെയാണോ കന്യാസ്ത്രീ വരുന്നില്ല. അപ്പോൾ എന്താണാവോന്ന് അറിയില്ല. നമുക്ക് നേരെ പോവാം. എന്തായാലും എസ്കേപ്പ് ആവാമല്ലോ. ഇനി ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. കന്യാസ്ത്രീനെ കാണാനില്ല. ഇനി എസ്കേപ്പ് ആവണം നല്ലത്. അതൊക്കെ നേരെ നടന്ന് അതെ കന്യാസ്ത്രീ വന്ന് കഴിച്ച്. അപ്പോൾ കന്യാസ്ത്രീ നമുക്ക് അടിച്ച് താഴെ കന്യാസ്ത്രീ കിടന്ന്. ഈ വേറെ ആൾക്കാരെ നോക്കിക്കോ, എന്നെ കിട്ടില്ല നിനക്ക് പെണ്ണുമ്പിള്ള. നമുക്ക് വീണ്ടും ആ വഴിക്ക് തന്നെ നടന്ന് പോവാം. നമ്മൾ നേരെ നടന്ന് വീണ്ടും ആ വഴിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീ ഇങ്ങോട്ട് പാടി നീ ആരാന്ന് എൻ്റെ വിചാരം? നീ നിൻ്റെ വേറെ ആൾക്കാരോട് കാണിക്കുമ്പോൾ എന്നോട് കാണിക്കാൻ വന്നിട്ടില്ല. നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കീ കിട്ടിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. അതാണ് അത് നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുകയാണ്. നമ്മൾ ഫൈനലി എസ്കേപ്പായി ഗൈസ്. അപ്പോൾ നമുക്ക് കാർ എടുക്കണോ എന്തെടുക്കണോ നമുക്ക് നടന്നു പോകാം. അത് നല്ലത്. വേണമെങ്കിൽ കാർ എടുക്കാട്ടോ, ഇഷ്ടമുള്ളവർക്ക് എടുത്തിട്ട് പോവാം. ഡോർ എസ്കേപ്പാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെക്കേഷനൊക്കെ ഇല്ലേ, ഒരാഴ്ച 2 വീഡിയോസായിട്ട് ഇടാൻ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാശും കിട്ടിയിട്ടുണ്ട്, 25 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ് എന്ന് പറയേണ്ടത് ഉച്ചയായി. അപ്പോൾ ബൈ.